ഹലോ ഹായ്. പ്രണതോസ്മി ഗുരുവായൂർ പുരേശം പ്രണതോസ്മി ഗുരുവായൂർ പുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം. പ്രണതോസ്മി ഗുരുവായൂർ പുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം. പ്രേമാശ്രുവായി പരിപൂർണമേ സ്വരഭാജനം കരുണാനിധേ സത്യം വൃതപരിത തത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം. പ്രണതോസ്മി ഗുരുവായൂർ പുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദർശ്. പെരുഞ്ചേരി ഇല്ലത്തെയാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഭാരതീയ വിദ്യാഭവൻ തിരുനാവായിലാണ് പഠിക്കുന്നത്. ഓക്കെ, ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കൈതപ്പുറം സാറിൻ്റെ ഇങ്ങനൊരു കൈതപ്പുറം സാറിൻ്റെ ഹിറ്റ്സ് ഓഫ് കൈതപ്പുറം സാർ അങ്ങനൊരു പരിപാടിയിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെ വിളിച്ചതിൽ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പിന്നെ എല്ലാവർക്കും പാട്ട് റിക്വസ്റ്റ് ചെയ്യാം. കൈതപ്പുറം സാറിൻ്റെയാണ് പരിപാടി ലൈവ്. അപ്പോൾ കൈതപ്പുറം സാറിൻ്റെ പാട്ടുകൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യും. പിന്നെ എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച ജ്യോതിഷ് ചേട്ടന് പ്രത്യേകിച്ച് നന്ദി. ബാക്കി എല്ലാ പാനലിലെല്ലാവർക്കും നന്ദി. നമുക്ക് പാട്ടുകൾ അടുത്തത് നോക്കാം. അടുത്ത പാട്ടിലേക്ക് കടക്കാൻ തോന്നുന്നു. ഓക്കെ, എനിക്ക് കൈതപ്പുറം സാറിൻ്റെ പാട്ടുകൾ വളരെയധികം ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഗാനരചയിതാവാണ് കൈതപ്പുറം സാർ. അതായത് ആദ്യമായിട്ട് ഞാൻ ഒരു കോമ്പറ്റീഷൻ സ്കൂൾ കോമ്പറ്റീഷൻ അല്ലാതെ പുറത്ത് ഒരു കോമ്പറ്റീഷന് പോയപ്പോൾ മോഹൻ സിത്താര സാറിൻ്റെ ഒരു മത്സരമായിരുന്നു. കളി വീടുറങ്ങിയല്ലോ പാടാട്ടോ. കളി വീടുറങ്ങിയല്ലോ പാടാം. മോഹൻ സിത്താര സാറിൻ്റെ ഒരു കോമ്പറ്റീഷനായിരുന്നു. ആ കോമ്പറ്റീഷനിൽ ഞാൻ കൈതപ്പുറം സാറും മോഹൻ സിത്താര സാറിൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു പാട്ട് ആണ് പാടിയത്. പുതുമഴയായി അതായിരുന്നു പാട്ട്. അതൊരു രണ്ടുപേര് പാടാം. അതാണ് എനിക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കാരണം. എനിക്ക് അതിൽ ഫസ്റ്റ് കിട്ടിയത് ആ ഒരു കോമ്പറ്റീഷനിൽ. പിന്നെ അതേപോലെ തന്നെ ഒരു കോമ്പറ്റീഷനും കൂടി ഉണ്ടായി ഇതേപോലെ തന്നെ മോഹൻ സിത്താര സാറിൻ്റെ. അതിൽ ഞാൻ പാടിയതാണ് ഇവർ രണ്ടാളുടെയും വീണ്ടും ഒരു കോമ്പിനേഷനിൽ വരുന്ന മിണ്ടാതെടിക്കുയിൽ എന്ന ഗാനം. രണ്ടിലും എനിക്ക് പ്രൈസ് നേടാൻ സാധിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ആദ്യം നമുക്ക് പുതുമഴയായി നോക്കാം.
പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. കനവിലെ കിളികൾ തൻ കനവിലെ മോഹമായി പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. എനിക്ക് ഈ ഗാനത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് അനുപല്ലവിയാണ്. താളം മാറി ഓണക്കാലം പോയി, വേലക്കാവിൽ വർണ്ണക്കോലം മാറി, തീരം തേടി അന്തിക്കാറ്റും പോയി, കൂട്ടിനായി കൂടാരം മാത്രം, ഉൾക്കുടന്ന ഇതിലാത്മനൊമ്പരമിതേറ്റു ഞാനിന്നു പാടാം. ഉൾക്കുടന്ന ഇതിലാത്മനൊമ്പരമിതേറ്റു ഞാനിന്നു പാടാം. പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. താങ്ക് യു വൺസ് അഗെയിൻ. എനിക്ക് അതിലെ അനുപല്ലവിയിലെ ഉൾക്കുടന്ന ഇതിലാത്മനം ആ ഒരു ഭാഗമാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിരുന്നത്. ബാക്കി ഓർക്കസ്ട്രേഷനൊക്കെ വന്ന് പാടും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആ ഭാഗത്തേക്കായിട്ട് എത്തുമ്പോഴേക്കും ഒരു എന്താ പറയുക, ഒരു ചിരിയൊക്കെ വന്നിട്ട് ഇങ്ങനെ അങ്ങനത്തെ അങ്ങനെ പാടി വരുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് തരുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അതിൽ ഒരു പാട്ടാണ് മൗന സരോവരമാകെ ഉണർന്നു. അതൊക്കെയാണ് എന്തായാലും പാടാം. അത് കൈതപ്രം സാറിനെയാണ്. കൈതപ്രം സാർ ജോൺസൺ മാഷ് കൂട്ടുകെട്ടിൽ വന്നൊരു ഗാനമാണ്. അതും ഞാൻ എന്തായാലും പാടാം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് മൗന സരോവരം. അതിൽ എത്രത്തോളം ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല, 2 വേർഷൻ ഉണ്ട് അതിൻ്റെ. ഒരു ചിത്രാമ്മയുടെയും ഒന്ന് ദാസേട്ടൻ്റെയും. ദാസേട്ടൻ്റെ ഒരു എന്താ പറയുക, അനുപല്ലവി മാത്രമേ ഉള്ളൂ, അതായത് അനുപല്ലവി പല്ലവി മാത്രമേ ഉള്ളൂ. ചിത്രാമ്മയുടെ വളരെ അടിപൊളിയാണ്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ് മൗന സരോവരം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം ദാസേട്ടൻ പാടിയതാണ്. ഇഷ്ടമല്ല, കുറച്ച് കൂടുതൽ ഇഷ്ടം. മൗന സരോവരം എന്തായാലും പാടാം. നമുക്കടുത്തത് മിണ്ടാതെടി കുയിലെ, അതൊന്ന് പാടാം. ഓക്കെ. മിണ്ടാതെടി കുയിലെ കണ്ണനുണ്ണിയുറങ്ങണ നേരത്ത്, മൂളാതെടി മൈനെ മണിക്കുട്ടനുറങ്ങണ സമയത്ത്, പോകൂ കാറ്റേ തളിർ വിരൽ തൊടാതെ, പോകൂ മിണ്ടാതെടി കുയിലെ കണ്ണനുണ്ണിയുറങ്ങണ നേരത്ത്, മൂളാതെടി മൈനെ മണിക്കുട്ടനുറങ്ങണ സമയത്ത്. താങ്ക് യു. സൂപ്പർ മോനു, താങ്ക് യു. നന്നായിട്ടുണ്ട്, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഹായ് കണ്ണ, കൃഷ്ണേട്ടന് ഹായ്. കളി വീടുറങ്ങിയല്ലോ, എന്തായാലും പാടാം. ഓക്കെ. ഇത് പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് താന്നു പോയി, അതാണ്. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. പൊളി കണ്ണ. ഓ താങ്ക് യു കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടനും ഇതേപോലെ കുറച്ച് പാട്ടൊക്കെ ഉണ്ട്. അടുത്തത് ഞാൻ എന്താ പറയുക,
സൂര്യ സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ പടുത്തുണ്ടായിരുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെക്കേഷൻ ആ കാലത്ത് ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഏകദേശം സെമി ഫൈനൽ വരെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാനില്ലാതെ 2 എപ്പിസോഡേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ പാടിയൊരു പാട്ടാണ്. അതിൽ ഞാൻ പാടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അങ്ങനെ വേണം പറയാം, പച്ചപ്പനന്തത്തെ എന്ന് പറഞ്ഞ ഒരു പാട്ട്. അതിൻ്റെ ഒരു 2 വരി പാടാം. സൂര്യ സൂപ്പർ സിംഗറിൽ ഹരിജി, വിജയദാസ് സാർ, മഞ്ജരി മാഡം, പിന്നെ ഉണ്ണിമേനോൻ സാർ ഇവരൊക്കെയായിരുന്നു ജഡ്ജസ്. എനിക്ക് എന്താ പറയുക, ഹരിജി ഒഴികെ എല്ലാവരും ഇപ്പം പാടാൻ പറ്റി. അതായത് ആ ഒരു റിയാലിറ്റി ഷോയിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടമായത് എന്താ വെച്ചാൽ, എലിമിനേഷൻ സാധാരണ എല്ലാ റിയാലിറ്റി ഷോയിലുള്ള പോലെ തന്നെ എലിമിനേഷൻ എന്ന് പറയുന്നത് അതിലത്തെ ഒരു ജഡ്ജിൻ്റെ ഒപ്പം പാടിയിട്ടാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു എലിമിനേഷൻ ഘട്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത്രയും വലിയ ആൾക്കാരൊപ്പം പാടിയിട്ട് എലിമിനേറ്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ മഞ്ജരി മാഡത്തിൻ്റെ ഒപ്പം വിജയദാസ് സാറിൻ്റെ ഒപ്പം എനിക്ക് പാടാൻ പറ്റി ആ സ്റ്റേജിൽ നിന്ന്. പിന്നെ വേറൊരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ഉണ്ണിമേനോൻ സാറിൻ്റെ ഒപ്പം പാടാൻ പറ്റി. അപ്പോൾ പച്ചപ്പനന്തത്തെ എന്ന ഗാനം. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നില്ലിൻ പൂങ്കരളേ, ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവാ പൊന്നഴകേ, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നില്ലിൻ പൂങ്കരളേ, ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവാ പൊന്നഴകേ, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പൊന്നില്ലിൻ പൂങ്കരളേ. തെയ്യന്നം തെയ്യന്നം പാടുന്ന പാടത്ത് നീയൊന്നു പാടഴകേ, കൊയ്യുന്ന കൊയ്ത്തരിവാളിന്നു കിക്കിളി പെയ്യുന്ന പാട്ടുപാട്, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നില്ലിൻ പൂങ്കരളേ. താങ്ക് യു. അന്ന് എൻ്റെ സൗണ്ടൊന്നും മാറിയുന്നില്ല, ഒരു കുട്ടി ശബ്ദമായിരുന്നു. ഇപ്പോൾ വലിയ ശബ്ദമായെന്നല്ല, എനിക്ക് അതും കുട്ടി ശബ്ദവും ഒരു അഡൽട്ട് സൗണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. വെരി ഗുഡ്, കീപ് അപ്പ് ദ വർക്ക്. താങ്ക് യു സരിത ഭട്ടതിരി ചേച്ചി, ആൻറ്റി. സൂപ്പർ, താങ്ക് യു. ഈ മൈക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. അടുത്തത്
നൈസ്, താങ്ക് യു. അടുത്തത് ആകാശദീപം. ഓക്കെ, ശരത് സാറുടെ ഒരു അതിമനോഹരമായ ഒരു ഗാനമാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഭക്തിഗാനം പാടാം കേട്ടോ. ഭക്തിഗാനം ഇത് കഴിഞ്ഞിട്ട് പാടാം. അടുത്തത് നമുക്ക് ആകാശദീപം എന്ന ഒരു അതിമനോഹരമായ ഗാനത്തിലേക്ക് കിടക്കാം. ആകാശദീപം ഇന്നുറങ്ങുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപം ഇന്നുറങ്ങുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. വാരിളം പൂക്കളെ നാം ഉണരുമ്പോൾ, രാവലിയുമ്പോൾ. ആകാശദീപം ഇന്നുറങ്ങുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. താങ്ക് യു. സോറി ഫോർ എന്താ പറയുക, ലിറിക്സ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. സോറി. നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഗാനമാണ് ജോൺസൺ മാഷ്, കൈതപ്പുറം സാർ കൂട്ടുകെട്ടിൽ വന്ന മധുരം ജീവാമൃത ബിന്ദു. സൂപ്പർ സെലക്ഷൻ, താങ്ക് യു. അപ്പം നമുക്ക് മധുരം ജീവാമൃത ബിന്ദു എന്ന ഗാനത്തിലേക്ക് കിടക്കാം. ഹായ് കണ്ണ, ഹായ് സുസ്മിതോപ്പിളെ. സോ ഓക്കെ, സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ, പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ ലോലമാം രാത്രിയിൽ, പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ. താന്തമാണെങ്കിലും താന്തമാണെങ്കിലും പാതിരാക്കാറ്റിലും വാടാതെ നിൽക്കുമെൻ്റെ ചേതന. പാടുമീ സ്നേഹരൂപകം പോലെ മധുരം ജീവാമൃത ബിന്ദു. മധുരം ജീവാമൃത ബിന്ദു. ഹൃദയം പാടും ലയസിന്ധു. മധുരം ജീവാമൃത ബിന്ദു. താങ്ക് യു. രാമകഥാഗാനലയം പ്ലീസ്. ഈശ്വര, രാമകഥാഗാനലയം.
രാമകഥാ ഗാനാലയം ആഹാ എന്താ ഫീൽ. താങ്ക് യു ശിവപ്രിയോപ്ലെ, സൂപ്പർ. താങ്ക് യു ശ്രീരാജ് ഏട്ടാ, നൈസ്. താങ്ക് യു, സൂപ്പർ. താങ്ക് യു എല്ലാവർക്കും. താങ്ക്സ് ട്ടോ. വാവ്, ഒരു രക്ഷയുമില്ല. താങ്ക് യു സുസ്മിത അവളെ. വാവ്, ശ്രീജ സുരേഷ്, താങ്ക് യു എല്ലാവർക്കും. താങ്ക്സ്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കിടക്കാം. ഇത് എൻ്റെ അല്ല, എല്ലാ മലയാളികളുടെയും എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, ഉറപ്പായിട്ടും. കമലദളം എന്ന ഒരു ഫിലിമിലെ മാണ്ട് രാഗത്തിലെ ഒരു ഗാനമാണ് അടുത്തത്. പ്രമദവനം പ്ലീസ്. രാമകഥ, പ്രമദവനം അങ്ങനത്തെ പാട്ടുകൾ മാത്രമേ വരുന്നുള്ളൂ. മെല്ലെ മെല്ലെ മുഖപ്പെടാം. ഓക്കെ, ഞാൻ എന്തായാലും സായന്തനം ഒരു 2 ലൈൻ പാടിയിട്ട് ബാക്കി പാട്ടിലേക്ക് പാട്ടുകളിലേക്ക് കിടക്കാം. നമസ്തേ. നമസ്തേ നാഗേഷ് ചേട്ടാ. ലൈറ്റ് കൂടുതൽ തോന്നുന്നുണ്ടോ? ലൈറ്റ് പിന്നെ ഓഡിയോ വീഡിയോ കാര്യങ്ങൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓഡിയോ ലെവലൊക്കെ കറക്റ്റല്ലേ, എൻ്റെ വോയിസ് റീവർബൊക്കെ കറക്റ്റല്ലേ എന്ന് ഒരു കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് അടുത്ത ഗാനം ആസ്വദിക്കാം. ബ്രൈറ്റ് കൂടുതലുണ്ട് അത്. ഹായ് സരസ്വതി അപ്ലൈ, സരസ്വതി ടീച്ചർ, താങ്ക് യു. എല്ലാം ഓക്കെയാണ്, പാടിക്കോളൂ. ഓക്കെ ഓക്കെ ഡാ. സായന്തനം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമിഴും സ്വർഗമായി മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതിന്തേ പ്രിയതേ സായന്തനം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമിഴും സ്വർഗമായി. മലരേ മൗനമ പാടു, മലരേ മൗനമ. കൈതപ്പുറം സാറിൻ്റെ എല്ലാം തോന്നുന്നു. ഓക്കെ, എനിക്ക് ഈ പാട്ട് എന്താ പറയുക, അനുപല്ലയും കൂടി ഞാൻ പാടാം. സായന്തനം. വിൽവാദ്രിയിൽ തുളസീദളം ചൂടാൻ വരും മേഘവും ശാലീനയായി
പൊന്നാതിരപ്പൂ തേടുമീ തെന്നലും നീയൊരുങ്ങും അമരരാത്രിയിൽ നിൻ പ്രസാദമൃതഹർഷമായി പനി നീർ തെളിക്കുവാൻ ഇന്ദ്രദൂതുമായി സായന്തനം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമിഴും സ്വർഗമായി. താങ്ക് യു. ശ്രുതിയിൽ തന്നെ സുമുഹൂർത്തമായി സ്വസ്തി അറിയുമോ? സുമുഹൂർത്തമായി അറിയാം. ഞാൻ സുമുഹൂർത്തമായി, അതേപോലെ തന്നെ രാമകഥ, പ്രമദവനം, ഇതൊക്കെ എന്താ പറയുക പാടാം. അവസാനം അതിനൊരു നല്ല അടിപൊളിയായിട്ട് നിർത്താൻ ചിട്ടാണ്. അതേപോലെ തന്നെ വീണ്ടും ഒരു ജോൺസൺ മാഷ് കൈതപ്പുറം സാർ കോമ്പിനേഷൻ. ഓക്കെ, ഇത് ഒരു വളരെ അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക 1 ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഗാനമാണ്. ജോൺസൺ മാഷാണ്, ഓഫ് കോഴ്സ് ദാസേട്ടനാണ്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകളമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി താങ്ക് യു. ഓക്കെ, വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് പാടാം. ഇതും ഇതേപോലെ തന്നെ എനിക്ക് വളരെ എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ കുങ്കുമമിട്ട കവിൾത്തടമോടെ കുങ്കുമമിളകിയ പൊന്നരയോടെ മഞ്ഞളണിഞ്ഞൊരു പൂമേയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ പെണ്ണെ കണ്ണാടി തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടിക്കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. ഇതും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പാട്ടാണ് കൈതപ്പുറം സാറിൻ്റെ.
ഇതിൻ്റെ എന്താ പറയുക അടുത്ത സ്റ്റാൻസ് പാടാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. നന്നാവുന്നുണ്ട് കൂട്ടാട്ടോ. താങ്ക് യു കിരണേട്ടാ. ഹിപ്പിറ്റ മോന്. ഓക്കെ. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഈശ്വര, അത് ചേട്ടാ എനിക്കത് കുറച്ച് ഒരു ഡൗട്ടുണ്ട്. ഞാൻ അടുത്ത ലൈവിൽ എന്തായാലും അതൊക്കെ ഉൾപ്പെടുത്താം. ഈ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എന്നുള്ള പാട്ടിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് ആ താളം വരുന്ന സ്ഥലം. തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ നീരാത്രിയിലാരേ തേടുന്നു ശ്രീമംഗലയായി വനമല്ലികയായി പൂമാലക്കാവിൽ നീ നിന്തിനു വന്നു നീരാട്ടിനിറങ്ങും ശിവപൗർണമിയല്ലേ നീ നീരാഞ്ജനമെഴുതും നിൻമോഹങ്ങളിൽ ഞാനില്ലേ. നല്ലൊരു വെള്ളി വീണു. അതാണ് ഞാൻ നോക്കിയത് നേരത്തെ പാടാൻ പറ്റുമോ എന്നുള്ളത്. ശ്രുതി കുറച്ച് കൂടിയെന്ന് തോന്നുന്നു എൻ്റെ ശ്രുതിനെക്കാട്ടും. ഓക്കെ. സുമുഹൂർത്തമായി ഒക്കെ ചോദിച്ചിരുന്നു. സുമുഹൂർത്തമായി ഞാൻ ട്രൈ ചെയ്യാം. സ്വസ്തി 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 സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുവിൻ ദേവകളെ മാമുനിമാരേ സ്വപ്നങ്ങളെ പൂക്കളെ സ്വസ്തി സ്വസ്തി സ്വസ്തി. ത്രയംബകം വില്ലൊടിയും മംഗളദുന്ദുഭീനാദവുമായി മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. താങ്ക് യു. ഇത് ഭയങ്കര ടഫ് പാട്ടാണ്. ഇത് പാടിയാൽ ഇങ്ങനെ പാടിപ്പോവും. കുറേ ഉണ്ട്, കുറച്ച് അധികം ലെങ്ത് ഉണ്ട്. ആത്മനിവേദനമറിയാതെ എന്തിനെൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. ആത്മനിവേദനമറിയാതെ എന്തിനെൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു. രാഗചുടാമലി ചെങ്കോൽ തോറും വിളങ്ങിന്തിനു വെറുതെ പതിച്ചു വച്ചു കോസല രാജകുമാര. പാടി പോകും. ഞാൻ അതാണ് നിർത്തുന്നത്. ഓക്കെ, നിർത്തി. രാമകഥ കൈതപ്പുറം സാറിൻ്റെ ആണോ എന്നൊരിക്കൊരു ഡൗട്ടുണ്ട്. നോക്കട്ടെ. അതെ, കൈതപ്പുറം സാറിൻ്റെ ആണ്.
ഉം. പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ സാഗീതം പാടുകയാ ഹേ രാമാ കാതരയാ ശാരികയായി സാഗീതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ. താങ്ക് യു. അതേപോലെ തന്നെ ഞാൻ മൗനസരോവരം പാടാം എന്ന് പറഞ്ഞിരുന്നു. അതിൽ ദാസേട്ടൻ്റെ എന്താ പറയുക വേർഷൻ. രാമകഥ. മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു. മൗനസരോവരം പാടാം. അതിൻ്റെ അനുപല്ലവി. കാതരമാം മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോൾ. കാതരമാം മൃദുപല്ലവിയെങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോൾ. ദ്വാപരമധുര സ്മൃതികളിലാരോ മുരളികയൂതുമ്പോൾ. അകതാരിൽ അമൃതലയമെരിയുമ്പോൾ ആത്മലാഭം നുകരാനണയുമോ സുഹൃദയം ജനനീ. മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു. താങ്ക് യു. അതെ, എനിക്ക് അസലായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഗംഭീരം. താങ്ക് യു. ഏതെങ്കിലും ഒരു പാട്ട് ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ പറ്റുമോ? പാട്ട് വായിക്കുന്നതിന് പകരം എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ വായിച്ച് പാടാണ് എനിക്ക് തോന്നുന്നു. കാരണം ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കണം വെച്ചാൽ കുറച്ചും കൂടി പ്രിസൈസ് ആവണമെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം കോഡ്സ് വായിക്കാൻ വലിയ കുഴപ്പമില്ല. എനിക്ക് കോഡ്സ് വെച്ച് പാടാൻ അത്യാവശ്യം പറ്റുന്നുണ്ട്. മൗനസരോവരം മനോഹരം. താങ്ക് യു. നമുക്ക് ഒരു ഇതേപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് മലയാളികൾ എന്താ പറയുക, മലയാളികളുടെ നെഞ്ചിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സിനിമയും പാട്ടും, അതായത് ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ രണ്ട് പാട്ടുകളുണ്ട്. ഒരു പാട്ട് ദേവസഭാതലം, വേറൊന്ന് പ്രമദവനം. ഇതിൽ ദേവസഭാതലത്തിൽ എന്താ പറയുക, ലാലേട്ടൻ്റെ ഒപ്പം നമ്മുടെ കൈതപ്പുറം സാറ് ആണ് പാടി അഭിനയിച്ചത്. അത് ആ ഒരു റോള് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവും. അതായത് മലയാളികൾ ഉള്ളിടത്തോളം കാലം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം പ്രമദവനം പാടിയിട്ട് എന്താ പറയുക,
ദേവസഭാതലത്തിലേക്ക് പോവാം. മൈക്ക് പിന്നെയും താഴത്തേക്ക് പോകണു. അതാണ് ഈ ഒരു ഓക്കെ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. താങ്ക് യു. അടുത്ത ഒരു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ടാണ്. എനിക്ക് കരിക്കകം ദേവീക്ഷേത്രത്തിൽ അവിടെ ഒരു സ്റ്റേജിൽ പാടാനുള്ളൊരു അവസരം ഉണ്ടായി. അത്രയും വലിയൊരു സ്റ്റേജിൽ പാടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എനിക്ക് എന്താ പറയുക, ഞാൻ പാടിയത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ആ സ്റ്റേജിൽ ഞാൻ പാടിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു പാട്ടാണ്. കരിക്കകത്തമ്മ എൻ കരൽക്കകത്തമ്മ ഒന്നു വിളിച്ചാൽ വിളി കേൾക്കുമമ്മ. ഇങ്ങനത്തെ ഈ ഒരു പാട്ട് ഇത് കൈതപ്രം സാറിനെ എഴുതി സംഗീതം നിർവഹിച്ചൊരു ഗാനമാണ് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ അധികം ഓർക്കുന്നില്ല. എന്തായാലും ഒന്ന് സൂചിപ്പിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പാടിയത്. പിന്നെ അടുത്തത് എനിക്ക് അതേപോലെ തന്നെ എനിക്ക് പാടാൻ മോഹമുള്ളൊരു പാട്ടാണ് ദേവസഭാതലം. ദേവസഭാതലം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാടിപ്പോവും. ഒരു 10 മിനിറ്റ് ഉണ്ട് ആ പാട്ട്. അത് ഒന്ന് പാടി പിന്നെ അടുത്തത് പാടാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല ട്യൂണും അത്രയും നല്ല വരികളുമാണ്. ഞാനൊന്നും ഉദ്ദേശിച്ച ഒരു സ്റ്റാൻസയാണ്. എന്തായാലും ദേവസഭാതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ആ ആ ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം
സ്വാഗതം. ആ സരി ഗമ പരി ഗമ പധ ഗമ പധ നി മ പധ നി സ സ നി ധ പ മ ഗ ര സ സ ഷഡ്ജം. സരി ഗമ പധ സരി ഗമ പധ നി സ സ നി ധ പ മ പ സ നി ധ പ മ ഗ രി സ സ. മയൂരനാദം സ്വരമായി വിടരും ഷഡ്ജമനാഹതമന്ത്രം. മയൂരനടനം ലയമായി തെളിയും ഷഡ്ജം അധാരനാദം. പമഗമഗ നീ സരി ഗമ പദ നി സരി രി രി. ഋഷഭം. ഋഷഭസ്വരങ്ങളാൽ പൗരുഷമേകും ശിവവാഹനമേ നന്ദി. ഹൃദയാനന്ദമേകും ഋഷീകഥമാം സ്വരസഞ്ജയമേ നന്ദി. സരി ഗ പഗരി സരി ഗ പദ പഗരി സരി ഗ പദ സദ പഗരി ത സരി ഗ പദ സരി ഗ ഗ ഗ ഗ. ഗാന്ധാരം. ആ ആ ആ ആ സന്തോഷകാരകസ്വരം സ്വരം സ്വരം സ്വരം. അജരവഗാന്ധാരം ഗാന്ധാരം ഗാന്ധാരം. ആമോദകാരക സ്വരം സുന്ദരഗാന്ധാരം ഗാന്ധാരം ഗാന്ധാരം. സരി ഗമ പദ നി സരി രി രി ഗമ രി ഗമ. മധ്യമം. ക്രൗഞ്ചം ശ്രുതിയിലുണർത്തും നിസ്വനം മധ്യമം. സരി ഗമ പദ നി സഗരി സനി ധ പദ നി മാധവ ശ്രുതിയിലിണങ്ങും കാരുണ്യം മധ്യമം. മാമ മനിത പാപ്പ മകരി നീ രി ഗമ പാപ്പ. പഞ്ചമം. പാ മ പ സ പ നി ധ പ പ പ പ പ. പഞ്ചമം. വസന്ത കോകില സ്വനം സ്വനം കോകില സ്വനം വസന്ത കോകില സ്വനം. ധനി സ പദ നി മ പദ ഗമ പരി ഗമ പദ നി സരി ഗരി ധനി ധ പ മ ഗമ പദ നി സ. മേഘരാഗങ്ങളെ തൊട്ടുണരുന്നതാ മണ്ഡൂകമന്ത്രം ദൈവതം. അക്ഷരവങ്ങളാജ്ഞാചക്രത്തിലുണർത്തും സ്വരരൂപം ദൈവതം. സരി ഗമ പദ നി സ ധ നി സ പദ നി സ മ പദ നി സ ഗമ പദ നീ നീ നീ. നിഷാദം. ആ ഗജമുഖനാദം സാന്ത്വനഭാവം ആഗമജപലയ നിഷാദരൂപം നീ 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 നീ
ശാന്തമായി പൊഴിയും സ്വരജല കണങ്ങൾ ഏകമായൊഴുകും ഗംഗാപ്രവാഹം. തിട്ട് തിട്ട് താകെ തിട്ട് കൃത തിട്ട് താകെ തിട്ട് കൃത തിട്ട് കൃത തിട്ട് കൃത തിട്ട് താകെ തിട്ട് തക്ക ധാങ് ധാങ് ധാ കിട്ട് തക്ക ധാങ് ധാങ് ധാ കിട്ട് തക്ക ധാങ് ധാങ് ധാ. അനുദാത്തമുദാത്ത സ്വരിത പ്രജയം താണ്ഡവമുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം. ആനും തനും തും തദാനും തനും തും തദാനും തനും തും തദാ ആനും തനും തും തദാനും തനും താനും തനും തനും താനും തും തനും താനും തും തനും താനും തും തനും താ. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. മരിതനി ഭരിച്ചാസ ഇതനി ഭമ സന്നീനി സനി ഭമരിനി പാപ മരിതനി ഭരിച്ച ഇതനി ഭമ സന്നി സനി ഭമരിനിപ്പ മരിതനി ഭരി റിതനി ഭമ സനി ഭമരിമ മരിതനി ഭരി സനി ഭമ സനി ഭമ പ ഇതനി ഭമ സനി ഭമരിനി ഭമരിമ സനി ഭമരിനി ഭമരി സരിമ പനി. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. സംഗീതം സംഗീതം. അയ്യോ താങ്ക് യു വെരി മച്ച്. അയ്യോ വയ്യാണ്ടേ. ഓക്കെ, ഇതിനെക്കാട്ടുമൊക്കെ ഉപരി എനിക്ക് കൈതപ്പുറം സാറിൻ്റെ ഒപ്പം പാടാനുള്ളൊരു അവസരം ഉണ്ടായി. അതായത് കൈതപ്പുറം സാറിൻ്റെ മുമ്പിൽ അത് എങ്ങനെ ഞാൻ ഉറക്കേണ്ടു എന്ന ഗാനമായിരുന്നു. അതൊക്കെ എനിക്ക് എന്താ പറയുക, എനിക്ക് മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. സാറിൻ്റെ മുമ്പിൽ, ഇത്രയും വലിയൊരാളുടെ മുമ്പിൽ എനിക്ക് ഒരു പാട്ട് പാടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ കനകമന്ദിരിക. അപ്പോൾ ആ കൈതപ്പുറം സാറിൻ്റെ മുമ്പിൽ പാടിയ ആ ഗാനം പാടാം. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു. എൻ മനസ്സിൻ ആലീലയിൽ പള്ളിക്കൊള്ളും കണ്ണനുണ്ണി, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു. താങ്ക് യു. എന്തായാലും എല്ലാവരോടും വൺസ് അഗെയിൻ ഒരു വലിയ താങ്ക്സ് പറഞ്ഞിട്ട് ശ്രുതി ശുദ്ധമായി പാടി ലൈവിൽ ഇത്ര താങ്ക് യു സരസ്വതി അപ്ലൈ. എന്തായാലും നമുക്ക് ഇതേപോലെ ഇനിയും ലൈവുകളിൽ കാണാം എന്ന പ്രതീക്ഷയോടെ. എന്തെങ്കിലും ലിറിക്സ് പറയുന്നുണ്ടെങ്കിലോ ലിറിക്സ് മാറിയിട്ടുണ്ടെങ്കിലോ ക്ഷമിക്കുക. എന്തെങ്കിലും പാട്ട് റിക്വസ്റ്റ് ഞാൻ പാടിയില്ലെങ്കിൽ അതും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ബൈ.